എന്ത് കാട്ടാനാ? ആനയുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, കഴുതകളുണ്ട്. 2 കഴുതകൾ നീലയും മഞ്ഞയും കോട്ടിട്ടിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിംസ് ഓഫ് സഫാനിയ. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകണേണ്. ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോണേന്ന് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ തൽക്കാലം പ്ലാൻ എത്തിക്കണമെന്ന് പറഞ്ഞാൽ അതിരമ്പള്ളി വരെ എത്തുക, എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവാം എന്നാണ് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അത് എവിടം വരെയൊന്നും എനിക്കറിയില്ല. പോകുമ്പോഴേ നമുക്ക് എങ്ങോട്ടാണ് കറക്റ്റ് പോകണമെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഈ ട്രിപ്പിനുള്ളത് ഞാൻ കാണിച്ചു തരാം. ആരാണ് എൻ്റെ ട്രിപ്പിനുള്ളത്? സവിൻ, സിൻഡ്രല്ല ആൻഡ് ആൽസൺ. ആൽസൺ എന്നെ ഇൻസ്റ്റാഗ്രാം ID. അപ്പം ഞങ്ങൾ 4 പേരും കൂടെയാണ് ട്രിപ്പ് പോണത്. അപ്പോൾ ട്രിപ്പിലുള്ള കാഴ്ചകളൊക്കെ എല്ലാം വഴിയെ കാണിച്ചു തരാം. നിനക്ക് നാണവാ ഞാനും ഏഴറ്റുമുഖം കഴിഞ്ഞു ഗൈസ്. അതിരമ്പള്ളിയിലോട്ടുള്ള യാത്ര. ഇവിടെ നിന്നാ എന്താ അതിരമ്പള്ളി ലോങ് വ്യൂ ഇല്ലേ? ഓ കാണാം, കണ്ടിട്ട് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് അതിരമ്പള്ളിയുടെ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരുന്നത്. അതിരമ്പള്ളി വരെ വഴി പോകും. ഞാൻ പറയാറുണ്ട് ആൾക്കാർ മേളിലേക്ക് കൊടുക്കുന്നു. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ജസ്റ്റ് ആ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് വഴി അങ്ങനെ കയറിയിട്ട് അങ്ങോട്ട് പോകും. ഇനി പോണതാണ് വാഴച്ചാല്. വാഴച്ചാല് കഴിയുമ്പോഴാണ് മലക്കപ്പാറ ഫോറസ്റ്റ് കയറുന്നത്. ഞാൻ വിചാരിച്ചത് അതിരമ്പള്ളി വാഴച്ചാൽ എന്ന് പറഞ്ഞൊരു ഒറ്റ സ്ഥലമാണെന്ന്. അതാണ് എന്റെ ജനറൽ നോളജ്. കാട്ടുവട്ടി കാട്ടുവാഴകൾ, വിജനമായ പ്രദേശം. ഞങ്ങ പോണ ഇതാണ് ഇതിന്റെ വ്യൂ. ഷാർപ്പ വാട്ടർഫോൾസ്. നീ നേരെ വാഴച്ചാൽ. നമ്മള് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തി. മലക്കപ്പാറ എവിടെ? മലക്കപ്പാറ എവിടെ ഇരിക്കണം? മലക്കപ്പാറ റൂട്ട്. ഓ, ഇവിടെ നിന്നാണ് അങ്ങോട്ട് കയറുന്നത്. അത്യാവശ്യം ആളുണ്ട്. വാഴച്ചാൽ ഇപ്പൊ ചാക്കിയാണ്. വാഴച്ചാൽ സാവിൻ, SAVIN. സാവിൻ.
മലപ്പുറം കൊടുക്കണം ആ. ഉള്ളി ഇട്ടോ അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ മലക്കപ്പാറ പോവാൻ പോണേണ്. ആനേനെ കാണൂ പുലിനെ കാണൂ അറിയാൻ പാടില്ല നോക്കാം. അപ്പൊ ഗൈസ് മലക്കപ്പാറ മലക്കപ്പാറ വാഴച്ചാൽ ബ്രിഡ്ജ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര കൊടുങ്കാട്ടിക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആന ഉണ്ടാവാം, പുലി ഉണ്ടാവാം, കരടി ഉണ്ടാവാം. എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. പോണ വഴിക്ക് നമുക്കറിയാം ആരെയൊക്കെ കാണുമെന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു സിംഹവാലൻ കുരങ്ങിനെ കണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കി വന്നപ്പോഴേക്കും അത് കഴിഞ്ഞു പോയി. ഇനി ആരെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പുളിയിലപ്പാറ. ഇവിടെ പിന്നെയും കുറച്ച് ആൾതാമസമൊക്കെ ഉള്ള സ്ഥലമാണ്. കുറേ വീടും പിന്നെ നല്ല പള്ളിയൊക്കെ കാണാൻ പറ്റും. ഈ റോഡിന്റെ 2 സൈഡിലും ഈറ്റാണ്. ഈ ഭാഗത്തൊക്കെ ഇതുണ്ട്, കാട്ടുപോത്തായി ചിലപ്പോൾ നാട്ടുപോത്തായിരിക്കും. ഈ സൈഡിലൊക്കെ ആനകൾ വരേണ്ടതാണ്. കാരണം കുറെ സ്ഥലത്ത് ആനപ്പിണ്ടൊക്കെ കണ്ടായിരുന്നു. ഉണ്ടോ ഇവിടെ ആനപ്പിണ്ടൊക്കെ ഉണങ്ങി കിടക്കുന്നു. എന്താ കാട് കഴിഞ്ഞ ആൾക്കാരുണ്ട്. നമുക്ക് മേളിൽ പോയി നിൽക്കാം. എടാ അത് മേളിൽ നിന്ന് കാണാൻ പറ്റും. ഇതാണ് താഴെ നിന്ന് കണ്ട വ്യൂ. തലയും കുത്തി വീണോട്ട് അടിപൊളിയായിരിക്കും. അവിടെ നിന്ന് കാണുന്നതിനും നല്ല ഇവിടെ നിന്ന് കാണുന്നത്. എങ്ങോട്ടാണാവോ? ഞാൻ വരാം. പറ, എന്തിനാ വിളിച്ചത്? ഇതാണോ ലയൺ ടൈൽഡ് മക്കാക്കി? സിംഗവാലി. ആ നന്നായിട്ടുണ്ട്. എങ്ങോട്ടാണ്? അപ്പൊ ഇത്ര നേരം മലക്കപ്പാറ അല്ലായിരുന്നോ? മലക്കപ്പാറ എത്തിയിട്ടില്ലേ? അങ്ങോട്ടാണ് മലക്കപ്പാറ. അല്ല അപ്പൊ ഇത്ര നേരം മലക്കപ്പാറ എത്തിയിട്ടില്ലേ? ഞാൻ വിചാരിച്ചു നമ്മ മലക്കപ്പാറയെ കൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സിംഹവാലൻ കുരങ്ങ്. അതെ, സെയിം ബട്ട് ഡിഫറെന്റ്. ഇപ്പൊ നമ്മള് അമ്പലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. കോടവരാണ്. ആ മലയുടെ മേളിൽ മൊത്തം കോടയാണ്. കുറച്ചും കൂടെ വണ്ടിയൊക്കെ കാണാൻ തുടങ്ങി. അവിടെ കറക്റ്റ് ആയിട്ട് വെയിൽ ഇങ്ങനെ അടിച്ചിട്ടേ. 21 കിലോമീറ്റർ ഉണ്ട്. വാൾപ്പാറ 47, പൊള്ളാച്ചി 103. അവിടെ മാത്രം വെയിലടിച്ചിട്ട് നല്ല രസം. ഗായ്സ്, നമ്മൾ മലക്കപ്പാറ എത്തിയിരിക്കുന്നു. ആനേനെ ഒന്നിനെയും കണ്ടില്ലെങ്കിലും റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഒന്നും പറയാനില്ല. ലൈഫിൽ ഒരു ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട റൂട്ടാണിത്.